ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപിത തിരുനാളിന്, നിദ്രയുടെ തിരുനാളിന് നമ്മൾ ഒരുങ്ങുകയാണ്. ഇന്ന് നമ്മൾ അതിനോട് ബന്ധപ്പെട്ട ഒരു വലിയ വിശുദ്ധൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ്. നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞ് ഓരോ പ്രത്യക്ഷീകരണത്തിലും പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് നമ്മളതനുസരിച്ച് ജപമാല കയ്യിലേന്തി പ്രാർത്ഥിക്കുമ്പോൾ പിശാചുക്കൾ ഭയപ്പെട്ടു ഓടുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. കാരണം അതിലെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അത് അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ടും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഇടയിലിടയിൽ ചെല്ലുമ്പോഴും വിശ്വാസം ഏറ്റുപറയുമ്പോഴും പരിശുദ്ധമായ തൃത്വസ്തുതി ചൊല്ലുമ്പോഴും അങ്ങനെ ഇതെല്ലാം കൂട്ടിയിണക്കിയ ഒരു അത്ഭുതകരമായ പ്രാർത്ഥന, സ്വർഗം തന്ന പ്രാർത്ഥന, അത് നമ്മൾ ചൊല്ലുമ്പോഴൊക്കെ വലിയ അത്ഭുതങ്ങൾ നടത്തും എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രത്യക്ഷീകരണത്തിലും നമ്മൾ ജപമാല ഭക്തർ ചൊല്ലിക്കൂട്ടുന്ന ജപമാലകൾക്ക് ഇന്ന് കണക്കില്ല. ഓരോ നിയോഗങ്ങൾക്ക്, ഓരോ വേദനകൾ വരുമ്പോഴും പാപികളുടെ മാനസാന്തരത്തിനും പാപപരിഹാരത്തിനും എല്ലാം പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല, 53 മണി ജപമാല. ഈ ജപമാല ഇങ്ങനെ ചൊല്ലുക എന്ന് പറഞ്ഞ് അമ്മ സ്വർഗത്തിൽ നിന്നും അത് പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക്. ഇന്ന് നമ്മൾ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ഓർമ്മയാണ് ആഘോഷിക്കുക. വിശുദ്ധ ഡൊമിനിക്ക് സ്പെയിനിലാണ് ജനിച്ചത്. അമ്മ തന്നെയാണ് ഭക്തമുറകളും പ്രായശ്ചിത്തങ്ങളുമൊക്കെ അഭ്യസിപ്പിച്ചത്. പ്രായശ്ചിത്തം ചെയ്യുക, അതിനേക്കാളും ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുക, ദരിദ്രരെ സഹായിക്കുക എന്നതും ഡൊമിനിക്കിൻ്റെ ഒരു വലിയ പുണ്യമായിരുന്നു. 25-ാമത്തെ വയസ്സിൽ ഓസ്മ എന്ന പ്രദേശത്തെ കാനൺസിൻ്റെ സുപ്പീരിയറായി. പിന്നീട് ബിഷപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ആൽബിജൻസിൻ പാഷണ്ഡത നാട്ടിലാകെ വേര് പിടിച്ചിരിക്കുന്നത് അദ്ദേഹം കാണുന്നത്. അങ്ങനെ ആ പാഷണ്ഡത ഇല്ലാതാകാനും പാഷണ്ഡികളുടെ മാനസാന്തരത്തിനും വേണ്ടി, നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാനും വേണ്ടി പിന്നീട് അങ്ങോട്ട് അശ്രാന്ത പരിശ്രമമായിരുന്നു. ഈ ഒരു ആവശ്യത്തിനായിട്ട് 3 സന്യാസ സഭകൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ചെറിയ പെൺകുട്ടികളെയൊക്കെ ഈ പാഷണ്ഡതയിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കാൻ സ്ത്രീകൾക്കായിട്ടും ഒരു സഭ തുടങ്ങി. അങ്ങനെ പലരും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അവരെയൊക്കെ ചേർത്ത് പ്രയർ പ്രീച്ചേഴ്സ് എന്ന് പ്രഭാഷക സഹോദരൻ എന്ന പേരിൽ വേറൊരു സഭയും ആരംഭിച്ചു. പിന്നെ കുടുംബജീവിതം നയിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായിട്ട് 3-ാം സഭയും സ്ഥാപിച്ചു. അങ്ങനെ ദൈവം ഇദ്ദേഹം സ്ഥാപിച്ച സഭകളെയൊക്കെ ആശീർവദിച്ചു. 1208 പ്രവിൽ എന്ന സ്ഥലത്ത് ദൈവമാതാവിൻ്റെ ദേവാലയത്തിൽ മുട്ടുകുത്തി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാഷണ്ഡതയിൽ നിന്ന് എങ്ങനെ എൻ്റെ സഭയെ രക്ഷിക്കുമെന്ന് ഓർത്ത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഈ ജപമാലേനെ പ്രസംഗിച്ചാൽ മതിയെന്ന്. ഈ പാഷണ്ഡികൾ അദ്ദേഹത്തെ കൊല്ലാൻ പോലും ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ജപമാല പ്രസംഗിക്കലും ജപമാല ചൊല്ലലും അതോടുകൂടെ പാഷണ്ഡത തകർന്നു പോയത്രേ. രാത്രി മുഴുവൻ അദ്ദേഹം പ്രാർത്ഥനയിലാണ് ചെലവഴിച്ചിരുന്നതെന്ന്. രാവിലെയോ പ്രായശ്ചിത്തം ചെയ്യുകയാണ്. എഴുന്നേറ്റ് രക്തം പൊടിയുന്നത് വരെ സ്വന്തം ശരീരത്തിൽ ചമ്മട്ടി കൊണ്ട് അടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഫാത്തിമായിലും
മെജുഗോറിയായിലും പ്രത്യേകിച്ച് റോസാ മിസ്റ്റിക്ക മാതാവും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് പ്രാർത്ഥന, പരിഹാരം, പശ്ചാത്താപം. ഫാത്തിമായിലെ അമ്മ പറഞ്ഞു, പ്രായച്ചിത്തം 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 എന്ന് മാലാഖ വിളിച്ചു പറഞ്ഞു. എല്ലായിടത്തും പറയുന്നത് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ എത്രയും വേഗം പിതാവിൻ്റെ അടുത്തെത്തിക്കണം. നമ്മുടെ പാപങ്ങൾക്ക് തന്നെയാണല്ലോ ഈശോ പരിഹാരമായിട്ട് ബലിയായി തീർന്നത്. എവിടെയും അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക, അനേകം ആത്മാക്കൾ നശിച്ചു പോകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക. പിന്നെ പറയുന്നതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം, ലോകമേ, ലോകത്തിൻ്റെ ജനതകളെ, മക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെട്, പശ്ചാത്തപിക്ക് എന്ന്. അതിന് അമ്മ തന്ന ആയുധമാണ് ഈ ജപമാല. ആ ജപമാല കൊടുക്കാൻ അമ്മ ഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു വിശുദ്ധ ജീവിതമാണ് വിശുദ്ധ ഡൊമിനിക്. ജപമാല കയ്യിലേന്താനും വെന്തിങ്ങ ധരിക്കാനും ആണ് അമ്മ തന്നത്. കയ്യിൽ ഈ ജപമാല പിശാചിനെതിരെയുള്ള ആയുധമായി എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ ജപമാല ഭക്തിയും അദ്ദേഹത്തിൻ്റെ പ്രസംഗ ചാതുര്യവുമൊക്കെയാണ് പിന്നെ ജീവിത വിശുദ്ധി, പ്രായച്ചിത്തങ്ങൾ ചെയ്യുന്ന ആ ഒരവസ്ഥ. ഇതെല്ലാം പാഷണ്ഡികളെ മാനസാന്തരപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് 6-ാം തീയതിയാണ് അദ്ദേഹം അന്തരിച്ചത്. നമ്മൾ ഇന്നാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്നത്. ഞാൻ ചോദിച്ചതൊന്നും ദൈവം എനിക്ക് തരാതിരുന്നിട്ടില്ല എന്നാണ് വിശുദ്ധ ഡൊമിനിക് പറഞ്ഞിട്ടുള്ളത്. പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കഴിവായിരുന്നു കേട്ടോ. ആ പ്രസംഗത്തിലൂടെ ജനം മുഴുവൻ ജപമാല ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഡൊമിനിക് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാം. ജപമാല ചൊല്ലി ഞാൻ ചോദിച്ചതൊന്നും ദൈവം എനിക്ക് തരാതിരുന്നിട്ടില്ല എന്ന്. ഓർക്കണേ, വിശുദ്ധർ ചോദിക്കുന്നതൊക്കെ ആത്മീയമായ അനുഗ്രഹങ്ങളാണ് കേട്ടോ. ആത്മാവിൻ്റെ കാര്യമാണ് ഈശോയും വിശുദ്ധരും പറയുക. ജപമാല ചൊല്ലി പാഷണ്ഡികളുടെ മാനസാന്തരത്തിന് വേണ്ടി അനുഗ്രഹം ചോദിച്ചപ്പോൾ ദൈവം അത് കൊടുത്തു. ഒപ്പം പ്രായശ്ചിത്തവും ജീവിത വിശുദ്ധിയും ഉണ്ടായിരിക്കണമെന്ന് മാത്രം. നമുക്കും പ്രാർത്ഥിക്കാം ഇതുപോലെ ജപമാല ഭക്തിയിൽ വളരാൻ. ജപമാല കയ്യിൽ പിടിച്ച് പിശാചിനെതിരെ പോരാടാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന്, പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിക്കണമേ എന്ന് വിശുദ്ധ ഡൊമിനിക്കിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവ് ഈ വിശുദ്ധനിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.